എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇൻറ്റേൺഷിപ്പ് സൂപ്പർവൈസർ പോർട്ടൽ തയ്യാറായിട്ടുണ്ട്. അതിൽ ലോഗിൻ ചെയ്ത് അതിലെങ്ങനെയാണ് അതിലെ ഓരോ സ്റ്റെപ്സും ചെയ്യുന്നതെന്ന് ഉള്ള വീഡിയോ ആണിത്. സോ ഇൻറ്റേൺഷിപ്പ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുകയും അതിനകത്ത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഡേറ്റകളെല്ലാം ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റ എല്ലാം അവിടെ ഉണ്ട്. അത് വെരിഫൈ ചെയ്ത് ഓരോ സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പോർട്ടൽ കയറി നമ്മൾ ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കേട്ടതിന് ശേഷം പോർട്ടലിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. സോ ആദ്യം ഇതിൻ്റെ URL ആണ്. URL ഈ edp.mgu.ac.in/is എന്നുള്ളതാണ്. ഇൻറ്റേൺഷിപ്പ് സൂപ്പർവൈസർ എന്നുള്ളതാണ്. ഇതിലാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഇതിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ക്രെഡൻഷ്യൽസ് UMS പോർട്ടലിൽ നമുക്കുള്ള ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ചിട്ടാണ്, യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ലോഗിൻ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഉപയോഗിക്കേണ്ട URL ലിങ്ക് ums.mgu.ac.in എന്നുള്ള ഈ ലിങ്ക് അല്ല ഉപയോഗിക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ ലിങ്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ ലിങ്കിൽ കയറിയ ശേഷം താഴെ നമുക്ക് ലോഗിൻ വിത്ത് യൂണിവേഴ്സിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളത് കാണാം. അപ്പോൾ ആ ലിങ്കിൽ കയറിയ ശേഷം ലോഗിൻ വിത്ത് യൂണിവേഴ്സിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ UMSൻ്റെ ക്രെഡൻഷ്യൽസ് ചോദിക്കും. ആ UMSൻ്റെ ക്രെഡൻഷ്യൽസ് അവിടെ കൊടുക്കേണ്ടതാണ്. അതായത് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ് ഇവിടെ ക്രെഡൻഷ്യൽസ്, ഇവിടെ ഈ പറയുന്ന ക്രെഡൻഷ്യൽസ് നമ്മൾ കൊടുക്കണമെന്നില്ല. പകരം ലോഗിൻ വിത്ത് യൂണിവേഴ്സിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എടുത്തിട്ട് അവിടെയാണ് ഇതിൻ്റെ ക്രെഡൻഷ്യൽസ് കൊടുക്കേണ്ടത്. UMSൽ നമ്മുടെ ലോഗിനും പാസ്വേഡും അവിടെ കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെത്തുന്നത് സൂപ്പർവൈസർ പേജിലാണ്. അതിൻ്റെ ഡാഷ്ബോർഡിലാണ് വരുന്നത്. അപ്പോൾ ആ ഡാഷ്ബോർഡിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക. നമ്മൾ ഏതൊക്കെ സ്റ്റുഡൻസിനെയാണ് നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നതെന്നും അവരുടെ കാര്യങ്ങളായിരിക്കും ആ ഡാഷ്ബോർഡിൽ വരുന്നത്. സോ ഡാഷ്ബോർഡ് എന്നുള്ള ഫസ്റ്റ് ടാബിൽ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ടാബ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ലിസ്റ്റാണ്, സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ്. അപ്പോൾ അതിലാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടത്. സ്റ്റുഡൻസിനെ ഫോർവേഡ് ചെയ്യേണ്ടത് ആ ലിസ്റ്റിലാണ്. സോ സ്റ്റുഡൻസ് ലിസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സ്റ്റുഡൻസ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ ഒരു ഓപ്ഷൻ മാത്രമേ കാണുന്നുള്ളൂ. അത് അഡ്മിഷൻ ഇയർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അഡ്മിഷൻ ഇയർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഇയേഴ്സ് അവിടെ കാണിക്കും. അതിനകത്ത് 2024 എന്നുള്ള ഇയർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. 2024 എന്നുള്ള ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കോളേജിൽ ഈ ആരാണോ ലോഗിൻ ആ ലോഗിൻ ചെയ്ത സൂപ്പർവൈസറിൻ്റെ കീഴിലുള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് കാണാം. നമ്മൾ നേരത്തെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിപ്പോൾ മാത്തമാറ്റിക്സിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ്, സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ഉള്ളത്. സോ അപ്പം ഈ കമ്പനി ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും നേരെ കമ്പനി അത് കറക്റ്റാണോ, ടോപ്പിക്ക് തന്നിരിക്കുന്നത് കറക്റ്റ് തന്നെയാണോ, ഡിസിപ്ലിൻ, അതുപോലെ തന്നെ കോഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഓരോ സ്റ്റുഡൻറ്റിനും ഇവിടെ കാണാവുന്നതാണ്. ഒരു സ്റ്റുഡൻറ്റിന് നേരെ കണ്ടില്ലേ, പെൻഡിങ് എന്നാണ് ഇപ്പോൾ കിടക്കുന്നത്. സോ അത് നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടില്ല. അത് ഇൻറ്റേൺഷിപ്പ് സൂപ്പർവൈസറിൻ്റെ ലെവലിൽ നിന്ന് ഫോർവേഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ പെൻഡിങ് എന്ന് നമുക്ക് കിടക്കും. ഇനി ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സൂപ്പർവൈസറിന് ഇവിടെ നിന്ന് റിവേർട്ട് ചെയ്യാവുന്നതാണ്. റിവേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അങ്ങനെ റിവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് അയനോടെ അടുത്തേക്ക് പോവുകയും ആ ഡേറ്റ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുന്നതുമാണ്. സോ ഇവിടെ ഇപ്പോൾ എല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ റിവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പകരം ഓരോ സ്റ്റുഡൻറ്റിനെയും സെലക്ട് ചെയ്ത് നമ്മൾ ഫോർവേഡ് ചെയ്യുകയാണ് വേണ്ടത്. സോ ഇവിടെ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സ്റ്റുഡൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റുഡൻറ്റിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. ഫസ്റ്റ് സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ മുകളിൽ കണ്ടില്ലേ ഫോർവേഡ് എന്ന് കാണാം. ഫോർവേഡ് ഒരു സ്റ്റുഡൻറ്റിനെയാണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഫോർവേഡ് 1 സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റിനെ അവിടുന്ന് ഫോർവേഡ് ചെയ്യുക. അങ്ങനെ സ്റ്റുഡൻറ്റിനെ ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കൺഫർമേഷൻ ചോദിക്കും. അപ്രൂവ് സ്റ്റുഡൻറ്റ്, അത് ഷുവറാണോ എന്ന് ചോദിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ അത് അപ്രൂവ് ചെയ്ത് വിടുക. അങ്ങനെ അപ്രൂവ് ചെയ്ത് വിടുമ്പോൾ നമുക്ക് അവിടെ അപ്രൂവ്ഡ് എന്നുള്ള ഒരു വിൻഡോ ആണ് കാണിക്കുന്നത്. അപ്രൂവ്ഡ് എന്നുള്ള വിൻഡോ കാണിച്ച ശേഷം ഡൺ കൊടുക്കുമ്പോൾ ആ പറഞ്ഞ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ഇൻറ്റേൺഷിപ്പും കമ്പനിയും എല്ലാം നമ്മൾ ഇൻറ്റേൺഷിപ്പ് സൂപ്പർവൈസർ ഇതിൽ നിന്ന് നമ്മൾ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞത് IS ഇൻറ്റേൺഷിപ്പ് സൂപ്പർവൈസർ ഫോർവേഡഡ് എന്ന് അവിടെ കാണിക്കും.
സോ സക്സസ്ഫുള്ളി ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ ആ സ്റ്റാറ്റസ് IS ഫോർവേഡ് എന്നായിരിക്കും. സോ ഇങ്ങനെ IS ഫോർവേഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് പിന്നെ അവർ ഏത് ലെവലിലാണ് അവരുടെ ആ ഇതിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ മതി. ഇവിടുന്ന് IS ഇൻറ്റേൺഷിപ്പ് സൂപ്പർവൈസറിൽ നിന്ന് ഫോർവേഡ് ചെയ്ത അത് പിന്നീട് INO ഫോർവേഡ് എന്നായി മാറും. അതായത് ഈ ഇൻറ്റേൺഷിപ്പ് സൂപ്പർവൈസറുടെ അടുത്ത് നിന്ന് ഫോർവേഡ് ചെയ്ത് INOയുടെ അടുത്ത് വന്നു, INOയും ഫോർവേഡ് ചെയ്തു, അത് പ്രിൻസിപ്പൽ എൻ്റെ അടുത്തേക്ക് അപ്രൂവലിന് പോയി എന്നുള്ളതാണ് ആ സ്റ്റാറ്റസ് കാണിക്കുന്നത്. ആ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെത് INO ഫോർവേഡ് എന്ന് പറയുമ്പോൾ അടുത്ത ലെവൽ കഴിഞ്ഞിട്ട് പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് പോയി എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി പ്രിൻസിപ്പൽ അത് അപ്രൂവ് ചെയ്ത് ഫോർവേഡ് കഴിഞ്ഞെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ പിന്നീട് പ്രിൻസിപ്പൽ ഫോർവേഡ് എന്നവിടെ INO മാറിയിട്ട് പ്രിൻസിപ്പൽ ഫോർവേഡ് എന്നായി അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ഫോർവേഡ് എന്നാണെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സക്സസ്ഫുള്ളി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു. കോളേജ് ലെവലിൽ നിന്ന് അത് ഫോർവേഡ് ചെയ്ത് അത് സേവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഓരോ സ്റ്റുഡൻറ്റിനെയും ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് അടുത്ത സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യുക. ഈ പ്രോസസ്സ് ഏതൊക്കെ സ്റ്റുഡൻസിനാണോ നമ്മുടെ കീഴിൽ ചെയ്യാൻ വന്നിട്ടുള്ളത് അവർക്കെല്ലാം ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തൊരു ടാബ് ഇവാലുവേഷൻ എന്നുള്ളതാണ്. ഇവാലുവേഷൻ എന്നുള്ള ടാബ് ഇപ്പോൾ അത് ആക്റ്റീവായിട്ടില്ല. അതിൽ എന്തൊക്കെയാണ് പറയുന്നുള്ളത് പിന്നീട് പുറമെ ഇവാലുവേഷൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ആ ഒരു ടാബ് ആക്റ്റീവ് ആവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും തന്നെ കാണാൻ പറ്റില്ല. സോ അത് ഉപയോഗിക്കേണ്ടതില്ല നമ്മളിപ്പോൾ. ഓക്കെ, നൗ ഇനിയുള്ളത് ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, എല്ലാവർക്കും UMS ലോഗിൻ ക്രെഡൻഷ്യൽസ് വേണം. UMS ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ക്രെഡൻഷ്യൽസ് ഇല്ലാത്ത ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ണിസാറിനെ കൺസൾട്ട് ചെയ്തിട്ട് UMS ക്രെഡൻഷ്യൽസ് എല്ലാം കറക്റ്റ് ചെയ്ത് വാങ്ങി വെച്ചതിന് ശേഷം വേണം ഇതിൽ ലോഗിൻ ചെയ്യാൻ. ഇത്രയുമാണ് ഇൻറ്റേൺഷിപ്പ് സൂപ്പർവൈസർ പോർട്ടലിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ കോൾ ചെയ്ത് ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.